അപ്പോ നമ്മൾ നേരത്തെ എന്താണ് ചെയ്തത്? ഫസ്റ്റ് സർക്കിൾ ദ ഓഡ് വൺ ഔട്ട് അല്ലേ? ഓഡ് വൺ ആയത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു, സർക്കിൾ ചെയ്തു. നെക്സ്റ്റ് എന്താണ്? കളർ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂൾ അല്ലേ? സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അപ്പൊ സാറ്റർഡേ ആൻഡ് സൺഡേ കളർ ചെയ്യുക. അത് രണ്ടും എന്ത് ചെയ്യാൻ പറഞ്ഞു? നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അതായത് ഈ ഡേയ്സ് ഇൻ എ വീക്ക് മുഴുവൻ നോട്ടിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ കളർ ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്? ഏതെങ്കിലും 5 വെജിറ്റബിൾസ് ആൻഡ് 5 ഫ്രൂട്ട്സിന്റെ പേരും കൂടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷൻ നമ്മൾ എന്താണ് പറഞ്ഞു അല്ലേ? കളർ ദ ക്ലൗഡ്സ് ദാറ്റ് ഹാവ് ദ നെയിംസ് ഓഫ് യുവർ ബോഡി പാർട്സ് അല്ലേ? ബോഡി പാർട്സിന്റെ നെയിം ഉള്ള ക്ലൗഡ്സ് കളർ ചെയ്യുക അല്ലേ? അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? ബാസ്കറ്റ്, സ്റ്റൊമക്, നെക്ക്, ഫിംഗേഴ്സ്, ബാക്ക്, ഹെഡ്, ഡ്രം ആൻഡ് നീ. ഇതിൽ നമ്മുടെ ബോഡി പാർട്സിന്റെ പേര്, ഏതൊക്കെ ബോഡി പാർട്സിന്റെ പേരുണ്ട് ഇതില്? ഭവിക അൺമ്യൂട്ട് ചെയ്യുമോളെ. ഓക്കെ, ഇതിൽ ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ട് ഈ ക്ലൗഡ്സിന്റെ അകത്ത്? Stomach, neck, fingers, head, knee. Okay, very good. Stomach, neck, fingers, head, knee. These are the body parts അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ 5 clouds ആണ് നമ്മൾ കളർ ചെയ്യേണ്ടത് അല്ലേ? ഈ ബോഡി പാർട്സിന്റെ ഒക്കെ പേരുള്ള എന്താണ്? ആ ക്ലൗഡ്സിനെയാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്ത് കളർ ചെയ്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? നോ. ഓക്കെ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇന്ന് എന്താണ്? ക്ലാസ് കഴിഞ്ഞിട്ടാവുമ്പോ ചെയ്താൽ മതി അതല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ടാവുമ്പോ എന്ത് ചെയ്യാ? 5 ക്ലൗഡ്സ് ഉണ്ടല്ലേ? ഈ 5 ക്ലൗഡ്സിനെ നന്നായിട്ട് നീറ്റ് ആയിട്ട് കളർ ചെയ്യാം. കളർ ചെയ്ത് എന്താണ് അതിൽ എഴുതിയതൊന്നും കാണാത്ത വിധത്തിൽ കളർ ചെയ്യരുത്. കളർ ചെയ്യുമ്പോ എന്ത് ചെയ്യാ? എന്താണ് മാക്സിമം നമ്മുടെ ക്രയോൺസ് ഉണ്ടല്ലോ, ക്രയോൺസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റ് സ്കെച്ച് പെൻ ആവുമ്പോ എന്ത് ചെയ്യും? നിങ്ങള് വല്ലാതെ കളർ കൊടുത്തിട്ട് ബുക്ക് മുഴുവൻ വൃത്തികേടാക്കും. അതുകൊണ്ട് ക്രയോൺസ് ഉണ്ടെങ്കിൽ ക്രയോൺസും കൊണ്ട് ലൈറ്റ് ഷെയ്ഡിൽ കളർ ചെയ്യുക. ഒരുപാട് കളർ ഇങ്ങനെ വാരി തേക്കരുത്. ലൈറ്റ് ഷെയ്ഡിൽ നീറ്റ് ആയിട്ട് മാത്രം കളർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കാണാൻ വളരെ നീറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ക്രയോൺസ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കളർ ആവുമ്പോ ചിലപ്പോ നസീം മുഹമ്മദ് ആരാണ് വീട്ടില്? ഓക്കെ, അപ്പോ എന്താണ്? നമ്മള് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് മാത്രം കളർ കൊടുക്കുക. സ്കെച്ച് പെൻ ആവുമ്പോ അതിങ്ങനെ വല്ലാണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് പേജിലൊക്കെ പറ്റിയിട്ട് വൃത്തികേടാവും. അതുകൊണ്ട് ക്രയോൺസ് ഉപയോഗിച്ചിട്ട് അതിന്റെ അകത്ത് എഴുതിയ ലെറ്റേഴ്സ് വേർഡ്സ് ഒക്കെ കാണണം കേട്ടോ. എല്ലാം കളർ ചെയ്തിട്ട് എന്താണ്? സ്റ്റൊമക്ക് എന്നാണ് എഴുതിയതെങ്കിൽ അത് മുഴുവൻ കളർ ഇങ്ങനെ തെച്ചിട്ട് എന്താണ് അവിടെ എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാകാത്ത വിധത്തിലാകരുത്. സ്കെച്ച് പെന്നാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും എന്ത് ചെയ്യാ? വളരെ ചെറിയ ഷെയ്ഡില് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ കൊടുക്കരുത്. ഓക്കെ, ദെൻ അതിന് താഴെ എന്തുണ്ട്? ഡ്രോ ലൈൻസ് ടു മാച്ച് അല്ലേ? മാച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ കളർ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാവുമ്പോ ചെയ്യാം. നെക്സ്റ്റ് പോർഷൻ നോക്കുക. എല്ലാവരും പെൻസിൽ എടുക്കുക. പെൻസിലും എടുക്കുക. പേജ് നമ്പർ 59. പേജ് നമ്പർ 59 നമ്മൾ ഇപ്പൊ ചെയ്ത ആക്ടിവിറ്റിന്റെ താഴെയുള്ളത് എടുക്കുക. എല്ലാവരും പെൻസിലും കൂടെ എടുത്തിട്ട് ഇപ്പൊ ചെയ്ത ആക്ടിവിറ്റി നോക്കാം. ഡ്രോ ലൈൻസ് ടു മാച്ച്. എന്താണ്? ലൈൻ വരച്ചിട്ട് മാച്ച് ചെയ്യാം അല്ലേ? ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടല്ലേ? അത് കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെന്ത് ചെയ്യാം? ഇപ്പോ കുറെ പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ള കാര്യം മിസ് ഡ്രോ ലൈൻസ് ടു മാച്ച് അല്ലേ? അതിലുള്ളത് എന്താണ്? ലൈൻ വരച്ചിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അതായത് എന്താണ്? ഒരു സൈഡിൽ കുറെ എഴുതിയിട്ടുണ്ട് അല്ലെ? സെന്റൻസ് ആയിട്ട് കുറെ എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ? മൈ ഐസ് ഹെൽപ് മീ. മൈ ഐസ് ഹെൽപ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അതിന്റെ താഴെ എന്തുണ്ട്? മൈ ഹാൻഡ്സ് ഹെൽപ് മീ. എന്താണ്? അതൊക്കെ ബോഡി പാർട്സ് ആണ് അല്ലേ? മൈ ലെഗ്സ് ഹെൽപ് മീ, my mouth helps me and my ears help me.
അങ്ങനെ കുറെ സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്? ടു വാക്ക്, ടു ഈറ്റ്, ടു റീഡ്, ടു ലിസൺ, ടു റൈറ്റ്. അപ്പൊ ഇത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ലൈൻ വരച്ച് ബോഡി പാർട്സിന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്. മൈ ഐസ് ഹെൽപ്പ് മീ. എന്റെ കണ്ണുകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഐസ് നമ്മൾ എന്തിനു വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാ? ടു ഈറ്റ് ഓർ ടു വാക്ക്, ടു സീ. എന്തിനാണ്? ടു സീ. ഓക്കെ, അപ്പോ മൈ ഐസ് ഹെൽപ്പ് മീ എന്നുള്ളടത്തുനിന്ന് ടു റീഡ് എന്നുണ്ട് അവിടെ. അപ്പൊ മൈ ഐസ് ഹെൽപ്പ് മീ ടു റീഡ് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യാ? ഒരു ലൈൻ വരക്കുക. ടു റീഡ് ഓർ ടു സീ രണ്ടും ശരിയാണ്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ടു റീഡ് ആണ് അല്ലെ? വായിക്കാൻ വേണ്ടി എന്താണ് നമ്മള് കണ്ണുകൾ ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടാണ് വായിക്കുക അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? മൈ ഐസ് ഹെൽപ്പ് മീ ടു റീഡ്. റീഡ് എന്നുള്ളതിലേക്ക് ഒരു ലൈൻ തെറ്റാതെ നന്ന വൃത്തിയായിട്ട് വരക്കുക. ഓക്കെ, ചെയ്തോ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ കണ്ണ് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. കണ്ണ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൈ ഐസ് ഹെൽപ്പ് മീ ടു റീഡ് അല്ലേ? എന്നെ വായിക്കാൻ വേണ്ടിയാണ് കണ്ണുകൾ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ കണ്ണുകൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൈ ഐസ് ഹെൽപ്പ് മീ ടു റീഡ്. ഓക്കെ, then my hands. next, my hands help me. കൈകള് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ എന്താണ്? മൈ ഹാൻഡ്സ് ഹെൽപ്പ് മീ. എന്താണ് പാർവണ? അതിന്റെ ആൻസർ എന്താണ് മോളെ? മൈ ഹാൻഡ്സ് ഹെൽപ്പ് മീ ടു എന്താണ് മോളെ? I can't hear you മോളെ. റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൈ ഹാൻഡ്സ് ഹെൽപ്പ് മീ ടു റൈറ്റ് അല്ലെ? എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൾ യൂസ് ചെയ്തിട്ടാണ് എഴുതുക അല്ലെ? അപ്പൊ എന്താണ്? മൈ ഹാൻഡ്സ് ഹെൽപ്പ് മീ ടു റൈറ്റ്. ഓക്കെ, അപ്പൊ മൈ ഹാൻഡ്സ് ഹെൽപ്പ് മീ ടു എന്നുള്ളതിന് ഒരു ലൈൻ എന്ത് ചെയ്യാം? ഏറ്റവും ലാസ്റ്റ് ആണ് ടു റൈറ്റ് ഉള്ളത്. അവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, നല്ല നീറ്റ് ആയിട്ട് വരക്കണം. ഓക്കെ, my eyes help me to read and my hands help me to write. Okay, to write എന്നുള്ളടത്തേക്ക് ഒരു ലൈൻ വരക്കുക. Okay, then third one. First one നമ്മൾ ചെയ്തു. My eyes help me to read. Second, my hands help me to write. Number 3, my legs help me to. കാലുകൾ എന്തിനാണ് യൂസ് ചെയ്യുക? Can you hear me? Okay, I think നമുക്കിവിടെ കേൾക്കാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, my legs help me to. legs എന്തിനാണ് യൂസ് ചെയ്യുക? നടക്കാൻ വേണ്ടിയാണ് അല്ലെ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? legs നമ്മളെ walk ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുക. my legs help me to walk. ഓക്കെ, അപ്പോ my legs help me എന്നുള്ളടത്തുനിന്ന് നല്ല നീറ്റ് ആയിട്ട് ഒരു ലൈൻ എന്താണ്? ഏറ്റവും ടോപ്പിലാണ് to walk ഉള്ളത്. അവിടേക്ക് നല്ല നീറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. my legs help me to walk. അവിടേക്ക് ഒരു ലൈൻ വരക്കുക. help me to walk. Okay,
Can you hear me? Help me to walk എന്നുള്ളിടത്തേക്ക് നേരെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. To walk. Okay. Then fourth one. My mouth help me to eat. My mouth help me to eat. Okay. Mouth എന്തിനാണ്? നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുക അല്ലെ? നമ്മൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മൗത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ മൈ മൗത്ത് ഹെൽപ്പ് മീ ടു ഈറ്റ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം? നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ.